ഇടിച്ചക്ക കൊണ്ട് എങ്ങനെ കുറുമ ഉണ്ടാക്കുന്നത് കാണാം. ഇതൊരു ഇടിച്ചക്കയാണ്. ഇത് ഞാൻ മുറിച്ച് ചെറിയ പീസാക്കിയതിന് ശേഷം ബാക്കി കാണിക്കാം. ഇനി അതിന് വേണ്ട സാധനങ്ങൾ: 2 സവാള, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 4 തക്കാളി, 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇതൊക്കെ നമുക്ക് പേസ്റ്റാക്കി എടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി എടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, 1 കപ്പ് തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കണം. ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം കാണിക്കാം. ചൂടായ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു. അതിലേക്ക് 2 ഗ്രാമ്പു, 2 കഷ്ണം പട്ട ഇട്ട് കൊടുത്തു. സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ചെറുതായി അരിഞ്ഞ സവാള ഇതിലേക്ക് ചേർത്തു. ഇത് വേവിച്ചെടുത്ത ഇടിയഞ്ചക്കയാണ് കേട്ടോ. ഇത് ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചത് ചേർക്കാം. ഒന്നുകൂടി മൂടി വയ്ക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. ഇത് നല്ലപോലെ മൂത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ നമുക്ക് 2 എണ്ണം മതി കേട്ടോ. പിന്നെ നാടൻ തക്കാളി ആണെങ്കിലും കുറച്ച് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നല്ല പുളി ഉണ്ടാവും. ഇത് നാടൻ തക്കാളിയൊന്നും അല്ല. നല്ലപോലെ ഇളക്കിയിട്ട് മൂടി വയ്ക്കാം കേട്ടോ. ഇടിച്ചക്ക ഇത് നോക്കിയേ, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ചതിന് ശേഷമാണ് അരിഞ്ഞത്. ഇതുപോലെ അരിഞ്ഞെടുക്കണം. ഇത് 2 കപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പം തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കണ ചക്ക ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കാം.
5 മിനിറ്റ് മൂടി വയ്ക്കാം. ഇത് 1 കപ്പ് തേങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുത്ത 1-ാം പാലാണിത്. ഇത് 2-ാം പാലാണ് കേട്ടോ. ഈ 2-ാം പാൽ നമുക്കിതിലേക്ക് ഒഴിക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ല സ്വാദുള്ള ഇടിച്ചക്കക്കറി തയ്യാറായി. കുറുമ, ഇടിച്ചക്ക കുറുമയാണ് കേട്ടോ.